ഞാൻ ചിന്നു നിസാർ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ സെമി ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ്. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്സ് ആൻഡ് ഡൗൺ പൈനാപ്പിൾ കേക്കാണ്. ആദ്യം തന്നെ ഞാൻ ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് അളന്ന് വയ്ക്കുകയാണ്. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ. ഇതൊന്ന് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ഈ ടിന്നൊന്ന് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെക്കാം. അടുത്തത് നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തിട്ട് എടുക്കാം. ചെറിയ തീയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കാരമൽ ചെയ്യാം. കാരമൽ ചെയ്തത് ഇത് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്യാപ്പിലോട്ടെല്ലാം ചെറി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് സ്പഞ്ചിൻ്റെ ഇതെല്ലാം റെഡിയാക്കാം. ആദ്യം 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഉപ്പ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യാം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കുറേശ്ശായിട്ട് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം. ഇത് 1 കപ്പ് പഞ്ചസാര. ഇതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1 ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. ഇതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കുറേശ്ശായിട്ട് ചൂടുവെള്ളം ആഡ് ചെയ്യാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടിന്നിലോട്ട് മാറ്റാം. ഇത് നന്നായി ടാപ്പ് ചെയ്ത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് മാറ്റാം. കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് സ്റ്റോറി ടെല്ലിങ്ങിനുള്ള തീം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നു. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ തീം ഇവിടെ ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് കേക്കിൻ്റെ രണ്ടാമത്തെ ആള് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ. അതെ, എന്ത് സ്റ്റോറി? ഇത് എൻ്റെ ചെറുപ്പകാലം തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഒരു ബേക്കറി കയറി കഴിഞ്ഞാൽ എല്ലാ സ്വീറ്റ്സിനോടും ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ടൈം ഒരു 2001 എൻ്റെ വാപ്പ ഒരു ബേക്കറി തുടങ്ങിയാണ്. അപ്പോൾ ആ ബേക്കറി തുടങ്ങുമ്പോൾ നമുക്ക് ആ ഫുഡെല്ലാം നമുക്ക് എടുക്കാം എന്നുള്ള ഇതിൽ. അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഒരു ബേക്കിംഗ് വീട് ഉണ്ടാക്കി ബൊർമയും എല്ലാം കൂടി കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ആ ഒരു 2001 ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ബാക്കിയെല്ലാം ഓക്കെ, പക്ഷെ ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റായിട്ട് വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ ഒരു ബേക്കറിയിലേക്കുള്ള എല്ലാ കേക്കും ഉണ്ടാക്കിയില്ലേ. ബേക്കറി തുടങ്ങുന്നതിൻ്റെ ഒരു ആഴ്ച മുന്നേ എല്ലാം ഉണ്ടാക്കി തുടങ്ങണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആ ചേട്ടൻ വരുന്ന ദിവസം അന്ന് രാവിലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു അത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലൊരു ബെഞ്ചുണ്ട്. ഞങ്ങൾ 4 ആളും നേരത്തെ എണീറ്റ് ആ വെയിറ്റ് ചെയ്തിരുന്ന ഇപ്പോഴും മറക്കില്ല ആ ഒരു ചേട്ടൻ ടേസ്റ്റി കേക്ക്സും. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തു തരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ ആ ഫ്ലേവറാണിത്, പക്ഷേ പൈനാപ്പിൾ സ്ലൈസ് ചെയ്തിട്ട് ഉള്ളിലുണ്ട്. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇത് കഴിക്കുമ്പോഴാണ് കിട്ടുന്നത്. അതൊരു പൈനാപ്പിൾ കേക്ക് ആയിരുന്നു. പൈനാപ്പിൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ ടേസ്റ്റ് ഇത് തന്നെയാണ്. പക്ഷെ നമുക്ക് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണോണ്ട് അതെങ്ങനെ റെസിപ്പി ചോദിക്കണില്ല, ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ബേക്കറിയിൽ ഓർഡർ ഉണ്ടാവില്ല, ഐസിങ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, സൺഡേ ആകുമ്പോൾ ചേട്ടൻ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെ ബേക്കിംഗ് അല്ല, ഐസിങ്. സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട്, റോയൽ ഐസിങ് ആണോ? അതെ, ബട്ടർ, മറ്റേ ഐസിങ് ഷുഗറും മറ്റേ ബട്ടറും
അന്ന് അതായിരുന്നു, വിപ്പിംഗ് ക്രീം ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഐസിങ് ചെയ്യാൻ പഠിപ്പിച്ചു വെച്ചിരും. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് ചെയ്യും. അപ്പോൾ ഡിസൈനിങ് ബട്ടർ ഇതും ചെയ്യൽ ഞങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു ചേട്ടനെ തൃശ്ശൂർ ഉള്ളൊരു മനക്കുടി എന്ന് പറഞ്ഞിട്ട് വേലപ്പൻ ആൾ മരിച്ചു. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ഇത്, ആ ഒരു ദിവസവും ഇല്ല ഇല്ല അന്നില്ല ഇല്ല എല്ലാ കേക്ക്സും അത് ആ ഒരു ചേട്ടൻ ഉണ്ടാക്കിയ ഒരു ഫ്ലേവർ ഞങ്ങൾക്ക് പിന്നെ വേറെ ആൾക്കാർ വന്നിട്ട് കിട്ടിയിട്ടില്ല. ആള് മരിച്ചു. ശ്രമിച്ചു. അപ്പൊ എനിക്ക് ഇത് കഴിക്കുമ്പോഴാണ് ആ ഒരു ഇത് അതെ, അതും ഐസിങ് പിടിക്കാൻ പഠിപ്പിച്ചു തന്ന ആ ഒരു ചേട്ടൻ, അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ടാണ്. അതെ അതെ അതെ. പ്ലസ് ആ ഒരു ചേട്ടൻ എനിക്ക് ഈ ഒരു വേദിയിൽ പറയുന്നുണ്ട്. മനക്കോടിയിലൊരു വേലപ്പൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് മരിച്ചുപോയി. ഇന്ന് ഞാനിപ്പോഴും അതെ എന്താ വെച്ചാൽ എനിക്ക് ആ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പോവും. എന്ന് വെച്ചാൽ പ്ലം കേക്ക് സീസൺ ടൈമിൽ ഞാൻ എപ്പോഴും ഓർക്കും. നമ്മൾ സോക്ക് ചെയ്യുക കാര്യങ്ങൾ ഒക്കെ ഇല്ലേ, അങ്ങനെയല്ല. ചേട്ടൻ വന്ന് രാവിലെ ഒരു ചെയ്യലുണ്ട്. അതിൽ സോക്കിങ് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ടേസ്റ്റ് എനിക്ക് വേറെ എവിടെ കിട്ടിയിട്ടില്ല. അതെ അതെ, അവർക്കൊരു പ്രത്യേക നാക്കാണത് ചില കാര്യങ്ങൾ. ഓ അത് ശരി. അപ്പൊ ഈ ബർമയൊക്കെ ഇപ്പം അവിടെ ഇപ്പൊ ഇല്ല. ഇപ്പൊ പിന്നെ അത് നിർത്തിട്ട് വാപ്ഷി കാറ്ററിംഗിലോട്ട് പോയി. അപ്പൊ പിന്നെ അതങ്ങനെ പക്ഷെ നിങ്ങളുടെ നല്ല ഓർമ്മകളാണ് അല്ലേ. ആലോചിച്ചു നോക്കൂ, ആ കുട്ടികളായിരിക്കുമ്പോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല. ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ഞങ്ങൾ ചെയ്തത് ഇതാണ്. അല്ല സീരിയസ്ലി നിങ്ങൾക്ക് ശരിയാണ്. കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കേക്ക്സ് ഞങ്ങളുടേതായ ഇഷ്ടത്തിന് അച്ഛൻ ചെയ്തു തരുകയും ചെയ്യും. ഞങ്ങൾ അച്ചാച്ചെന്ന് വിളിച്ചത് ആ അച്ചാച്ചൻ ഞങ്ങൾക്ക് ചെയ്തു തരുകയും ചെയ്യും. ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ആ ഒരു ബേക്കറിയോടുള്ള ഒരു ബേക്കിങ്ങിനോടുള്ള ഒരു ഇഷ്ടം കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. അല്ല 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 അല്ല, അതെൻ്റെ മോനാണ്. ഞാൻ മറ്റേ ഓൺലൈൻ ചുരിദാറൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ എൻ്റെ മോൻ സ്കൂളിൽ പോയിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ കുട്ടികൾക്ക് വീട്ടിൽ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ കേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തു വിടും. അപ്പൊ അവൻ എന്നെ ചീത്ത പറയും. ഈ രണ്ട് ആൺപിള്ളേരാ ഈ ചുരിദാർ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ സാധാ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് ചെയ്ത് നോക്കി. എനിക്കറിയാമെന്നുള്ള രൂപത്തിൽ ഞാൻ ചെയ്ത് അതത്ര ഇതായില്ല. അപ്പൊ ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ ഇല്ലില്ല. അത് എന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. എന്റെ ഹസ്ബൻഡ് കാർ സർവീസിന്റെ ഇതാണ്, ബിസിനസ്സാണ്. അപ്പൊ ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ ഇവിടെ ഹസ്ബൻഡ് അതിലെത്തി. പക്ഷെ മെമ്മറീസ് ഓൾവേസ് എവർഗ്രീൻ അല്ലേ. ഭയങ്കര നല്ലൊരു സ്റ്റോറി കേട്ടോ. വെരി ടച്ചിങ്. താങ്ക് യു.